പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഓമയ്ക്ക അഥവാ പപ്പയുടെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന ഒരു പുതിയ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനിടത്തരം ഒരു ഓമയ്ക്ക കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടായ ഒരു പാനിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് ശേഷം ചെറിയൊരു സബോള അരിഞ്ഞതുകൂടിട്ട് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് കുറച്ച് റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇടുക. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിലും ഇടാം. മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു നിറവും കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റാക്കുക. റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഓമയ്ക്ക കൂടെ ഇടുക. ഓമയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കാരണം മസാല എല്ലാ ഭാഗത്തും വരത്തക്കവണ്ണം ഇത് നന്നായിട്ട് ഇളക്കുക. ഓമയ്ക്ക ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. പെട്ടെന്ന് വേകണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനിയും ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കണം. ഇപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പിടുക. അതുപോലെ കറിവേപ്പിലയും ഈ സമയത്താണ് ഇടുന്നത്. ഉപ്പും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് വീണ്ടും ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കുക. ഒത്തിരി കുഴഞ്ഞു പോകരുത്, ആ തരത്തിൽ വേണം വേവിക്കാൻ. ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ച് റോസ്റ്റ് ആക്കിയാൽ മതി. ഇങ്ങനെ റോസ്റ്റ് ആകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അത് ഓപ്ഷനിലാണ്. അത് എരിവിന് ആവശ്യമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം എങ്ങനെ പൊടിക്കണമെന്ന് മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് നിരത്തി വെച്ച് ഇത് റോസ്റ്റാക്കി എടുക്കുക. ഇനി അടയ്ക്കരുത്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പുതിയ ഇൻഗ്രീഡിയൻ്റായ 1/2 ടീസ്പൂണ് എള്ള് ചേർക്കുന്നത്. എള്ള് ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഈ ചൂടിൽ കിടന്ന് മസാലയും അതുപോലെ എല്ലാം കൂടി ചേർന്ന് എള്ള് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടും. എള്ള് ഇതിൻ്റെ ഗുണവും രുചിയും വർദ്ധിപ്പിക്കും. ഇങ്ങനെ ചെയ്താൽ എള്ളിൻ്റെ ഗുണം നമുക്ക് പല രീതിയിൽ ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.